ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പുതുനഗരം സെൻട്രൽ മെയിൻ ബസ് റൂട്ടിൽ ഈ കാണുന്ന ബസ് റൂട്ടിൻ്റെ 13.4 മീറ്റർ ഫ്രണ്ടേജോട് കൂടിയിട്ട് 11.5 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിന് ഓണർ ചോദിക്കുന്നത് പെർ സെൻറ്റിന് 6 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. ഇപ്പോൾ ഈ കാർ നിൽക്കുന്ന ഈ ഒരു ഏരിയ തൊട്ടിട്ട് അങ്ങ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡ് വരെ വരും കേട്ടോ. കംപ്ലീറ്റ് ഇഷ്ടംപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഉള്ള ഏരിയ തന്നെയാണ്. നമുക്ക് മെയിൻ പുതുനഗരം ജംഗ്ഷൻ സിഗ്നൽ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു 50 മീറ്റർ അത്ര തന്നെ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇവിടെ തൊട്ടിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ആ കാർ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ വരെ നമ്മുടെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 13.4 മീറ്റർ രണ്ട് ബസ് പോകുന്നുണ്ടല്ലേ. ബസ് റൂട്ടിൻ്റെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കെട്ടാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം ഇതിനകത്ത് പെടുന്ന കേട്ടോ. ഇപ്പോൾ റോഡിൽ നിന്ന് കണ്ടില്ലേ, നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട്. ഇത് നമ്മൾ പാലക്കാട് KSRTC നോക്കുമ്പോൾ ഈ ലൊക്കേഷനിലേക്ക് വെറും 13 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. ആലത്തൂർ ഹൈവേയിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു 18 കിലോമീറ്റർ. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് 39 കിലോമീറ്റർ ഉണ്ട്. ഒലോക്കോട് ജംഗ്ഷനിലേക്ക് 17 കിലോമീറ്റർ. പക്ക പറമ്പായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. നമുക്കിവിടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് പഞ്ചായത്ത് ബസ് റൂട്ട് കിട്ടുന്നുണ്ട്, PW റോഡ് കിട്ടുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു അതിരാണ് കേട്ടോ. ഇത് ടോട്ടൽ ഒരു 11 സെൻറ്റ് സ്ഥലം നീളത്തിലും പിന്നെ ഒരു 1/2 സെൻറ്റ് നമുക്കൊരു സൈഡിലേക്കായിട്ടും കിട്ടുന്നു. സ്കെച്ച് നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കെട്ടാനോ കാര്യത്തിനൊക്കെ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് 13.4 മീറ്റർ ഫ്രണ്ടേജോട് കൂടിയിട്ട് പുതുനഗരം മെയിൻ സെൻട്രലിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് റൈറ്റ് സൈഡ് വന്നിട്ട് റെയിൽവേൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, പാലം. അത് നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഭാഗം വന്നിട്ട് താഴെ കൂടെ ഒരു ബ്രിഡ്ജാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ താഴത്ത് കൂടെ ട്രെയിൻ പോകുന്ന ഒരു ഏരിയയാണ് വരുന്നത്. നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് അതിനുള്ള സെൻറ്റുകളൊക്കെ മാറ്റിയിട്ടുള്ള 11.5 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നതിനകത്ത്. അപ്പോൾ അതുമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇതിനകത്തില്ല. ഇവിടെ കണ്ടില്ലേ, മെയിൻ ബസ് റൂട്ടാണ്. മെയിൻ സെൻറ്ററിനടുത്ത്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ബ്രിഡ്ജ് വരുന്നത്, തൊട്ടടുത്ത് ഈ ഭാഗത്തേക്കായിട്ട് വരുന്നത് റെയിൽവേയുടെ ബ്രിഡ്ജ് കേട്ടോ. പോകുന്ന നേരം നമുക്ക് സ്റ്റേഷൻ നമുക്ക് അവിടെ ലാസ്റ്റ് കാണാം, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 11.5 സെൻറ്റ് സ്ഥലം, പക്ക പറമ്പ്, കൊമേഴ്ഷ്യൽ പ്ലോട്ട് അന്വേഷിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ പൊള്ളാച്ചി സൈഡിൽ നിന്നൊക്കെ വരുന്നവർ പലരും ചോദിക്കാണ്ട് അവിടെ നിന്ന് അടുത്തുണ്ട്. ഒരു 39 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. മെയിൻ സെൻറ്ററാണ് നമ്മൾ പുതുനഗരം എന്ന് പറഞ്ഞത്. പുതുനഗരം, വടക്കഞ്ചേരി ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. തൃശ്ശൂർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ഹൈവേയിലേക്ക് നേരെ കണക്ട് ചെയ്ത് പോകാനും എല്ലാവിധ, ഇപ്പോൾ ചിറ്റൂർ പോകുന്ന ആ റൂട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ കൊല്ലംകോട് റൂട്ടിലേക്ക് കണക്ട് ചെയ്യാം, പാലക്കാട് റൂട്ടിൽ കണക്ട് ചെയ്യാം. എല്ലാത്തിൻ്റെ മെയിൻ സെൻറ്ററായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ ഒരു ബിസിനസ് ഹബ്ബിന് പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ്. കൊടുവായൂർക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് വരുന്നത്. ഫ്രണ്ടിൽ 13.4 സെൻറ്റ്, സൈഡിൽ കണ്ട് 28.2 സെൻറ്റ്, അങ്ങനെ ഒരു ചെറിയൊരു 1/2 സെൻറ്റ് വന്നിട്ട് ഒരു സൈഡിലേക്ക് വാല് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് പോലെ വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.